ഹലോ, എൻ്റെ കായ്ക്കറിയും നമ്മുടെ കോവക്ക തോരനും ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബീഫാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബീഫിൻ്റെ മയമാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇനി ബീഫിൻ്റെ വിവാദം ഒന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെടുത്ത ആൾക്കാരെല്ലാം കൊതിച്ച് ചാവും. കായ്ക്കറി, തലശ്ശേരിക്കാരുടെ കായ്ക്കറി, അതായത് പച്ചക്കായ കറിയും പിന്നെ ഞാൻ കോവക്ക തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. പച്ചക്കായ മുറിച്ച് കുക്കറിൽ വേവിക്കാൻ ഇടുകയാണ്. ഇതിൽ ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 വിസിൽ, പച്ചക്കായൻ്റെ വേവ് അറിയണോ അത്രയും വിസിലിൽ നമുക്ക് തുറക്കാം. അപ്പം ഞാനിതാ ഇവിടെ കോവക്ക കുനുകുനാ അരിഞ്ഞിട്ടുണ്ട്. കോവക്കയും കുറച്ച് ഞാൻ സവാളയും ഒരു 1/2 സവാളയും ഞാൻ ഇട്ടത്. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ എൻ്റെ അടുക്കളയിൽ ഇന്ന് പച്ചക്കറി മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ബീഫ് കൊണ്ടുള്ള കളിയാണ്. ബീഫ് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതി മൂത്തിട്ട് പാടില്ല. പക്ഷേ എൻ്റെ കിച്ചണിൽ ഇന്ന് ബീഫ് ഇല്ല. അപ്പോൾ ബീഫ് ഞാൻ പൊതുവെ ഉണ്ടാക്കാറില്ല. അങ്ങനെ ബീഫ് ഉണ്ടാക്കാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ബീഫ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബീഫ് കൊണ്ടുള്ള എന്തൊക്കെയോ വെറൈറ്റികളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഉലർത്തിയത്, ബീഫ് ഫ്രൈ, ബീഫ് കൊണ്ടാട്ടം, ബീഫ് പെപ്പർ, ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ഇങ്ങനെ കൊതി ബൂത്തിങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ബീഫും കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടവർ കഴിക്കട്ടെ ബീഫ്, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട. അപ്പോൾ നമ്മുടെ കായ്ക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട്, നമ്മളുടെ കോവക്ക തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുക്കിംഗ് നിന്ന് വ്യതിചലിച്ചു. സത്യം പറഞ്ഞ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഞാൻ കോവക്ക ഇതാ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെന്ത് വരുമ്പോൾ ഇനി കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലയും കുറച്ച് നമ്മളുടെ വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക തോരനും അവിടെ റെഡിയായി. നമ്മുടെ കായ്ക്കറിയിൽ ഇത്രയേ ഉള്ളൂ. കായ് വെന്തതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക, പിന്നെ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിക്കുക, പിന്നെ കടുക് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കായ്ക്കറി വരും. ഇവിടെ ഓറ സ്പൂണൊക്കെ നിലത്തിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓറക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓറ പ്രതിഷേധം അറിയിക്കേ. ഓറ കുറച്ച് കഴിഞ്ഞ ബീഫ് കഴിക്കോ? ഓറ ബീഫ് കഴിക്കോ? ഓറ ബീഫ് കഴിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ചാച്ചാ.